സ്വാഭാവിക നർമ്മവും സ്വതസിദ്ധമായ അഭിനയ ശൈലിയും കൊണ്ട് മലയാള സിനിമയിൽ 4.5 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന സഹൃദയനായ കലാകാരൻ. നാടകവേദിയിൽ നിന്നും ചലച്ചിത്ര ലോകത്തെത്തി നിരവധി കഥാപാത്രങ്ങളിൽ സാധാരണക്കാരനായ മലയാളിയുടെ ഭാവുകത്വം സന്നിവേശിപ്പിച്ച അദ്ദേഹം കോഴിക്കോടൻ സംഭാഷണ ചാരുതയിലൂടെ കലാലോകത്ത് തന്റെ സവിശേഷമായ സ്ഥാനമുറപ്പിച്ചു. കോഴിക്കോട് കല്ലായിയിൽ തടി അളവുകാരനായി തൊഴിൽ ചെയ്ത അയാൾക്ക് സിനിമയിലെ നാടൻ വേഷങ്ങളെല്ലാം അനായാസമായ അഭിനയ തികവോടെ അവതരിപ്പിക്കുവാനായി. ചായക്കടക്കാരൻ, പോലീസ് കോൺസ്റ്റബിൾ, അസൂയക്കാരനായ അയൽക്കാരൻ, അധ്യാപകൻ, ബ്രോക്കർ, ഡോക്ടർ തുടങ്ങി വിവിധ കഥാപാത്രങ്ങളിൽ തിളങ്ങിയപ്പോഴെല്ലാം ഒട്ടുമിക്ക വേഷങ്ങൾക്കും തനി നാടൻ തമാശകളുടെ ചിരിക്കൂട്ടുകൾ തെളിഞ്ഞു നിന്നു. കീലേരി അച്ചുവും ഗഫൂറും പൊതുവാളും ഹംസക്കോയയും കുഞ്ഞനന്ദൻ മേസ്തിരിയും അടങ്ങുന്ന രസകരമായ കഥാപാത്രങ്ങൾക്കൊപ്പം പെരുമഴക്കാലം, കുരുതി, ഉരു തുടങ്ങിയ ചിത്രങ്ങളിലെ ക്യാരക്ടർ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ നടൻ. അസാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു സാധാരണ മനുഷ്യനാണ് താനെന്ന് വിനയപൂർവ്വം വിശ്വസിച്ച് നാട്യങ്ങളില്ലാത്ത നന്മയിലൂന്നിയ ജീവിതം നയിച്ച ആ കലാകാരൻ അനശ്വരനായി തുടരുന്നു. ഓർമ്മയിലെന്നും മാമുക്കോയ. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല, നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? ആ കൊണ്ടേ. എന്നിട്ട് അതല്ലേ രാത്രി ഞാൻ പോയി തന്നായി. അതാ പവിത്ര പവിത്ര വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്. ചിലക്കരുത് വേറെ വീടോ? ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ശവിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. നിനക്ക് ജീപ്പ് ഓടിക്കാൻ ഒരാൾ വേണമെങ്കിൽ ഇനി സംസാരിക്കേണ്ടത് എന്നോടാണ്, മൂസ ഖാദറിനോട്. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. പഠിച്ചാൽ അമ്മായിരിക്കും ബോംബെന്നാണ്. അല്ലി ഒല്ലി മാഫി മുസ്കിലും പറഞ്ഞ് റിവേഴ്സ് മിറർ നോക്കിയിട്ട് ഒരൊറ്റ ഇടല. കൊച്ചു കള്ള വശീകരണ മന്ത്രം വല്ലതും കയ്യിലുണ്ടോ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? ഇന്ന് ഈ TV ആക്കിയാലോ? ഇവനെ ഞാൻ 1ാം സമ്മാനം. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പതുക്കെ. ഇവരുടെ പേര് ഹംസക്കോയെന്നല്ല, കർത്താന്നാണ്. എന്നെ നോക്കൂ, ഇത് കിട്ടണം. 1987 ഞാൻ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് കോഴിക്കോട് ഞാൻ എത്തിയപ്പോൾ എന്നും രാവിലെ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ 8 മണിയാകുമ്പോൾ മാമു എന്ന ഒരു സുഹൃത്ത് അവിടെ എത്തും. ശ്രീനിവാസൻ്റെ സുഹൃത്തായിരുന്നു അത്. ശ്രീനിവാസനാണ് മാമുനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ലൊക്കേഷൻ കാണാൻ പോവുക. കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം എന്നെ കൊണ്ട് ലൊക്കേഷനുകൾ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫറൂഖ് എന്നൊരു സ്ഥലത്ത് നമ്മൾ ലൊക്കേഷൻ തീരുമാനിച്ചു. ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ് അതിൻ്റെ നിർമ്മാതാവായ ശ്രീ M മണി എന്നെ വിളിച്ചിട്ട് നമ്മുടെ സിനിമയിൽ കുതിരവട്ടം പപ്പു വേണ്ട എന്നുള്ളൊരു തീരുമാനം അറിയിക്കുന്നത്. ഞാൻ ശ്രീനിയുടെ അടുത്ത് ചെന്നു. ശ്രീനി എന്താണ് ചെയ്യേണ്ടത്? നാളെ രാവിലെ ഷൂട്ട് ചെയ്യണം, പപ്പുവേട്ടനെ വേണ്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശ്രീനി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ മാമുവിനെ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് മാമു? നമുക്ക് ലൊക്കേഷൻ കാണിക്കാനും വരുന്നത് മാമുവാണോ എന്ന് ചോദിച്ചു. ശ്രീനി പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു റോൾ അങ്ങനെ ഒരാളെ എങ്ങനെ ഏൽപ്പിക്കുന്നത്? അപ്പോൾ ശ്രീനി പറഞ്ഞു, അയാൾ കോഴിക്കോട് നാടകത്തിൻ്റെ വലിയ നാടകം അരങ്ങിലെ വലിയ നടനാണ്. KT കൂടെയൊക്കെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് അറിയപ്പെടുന്ന നാടക നടനാണ് മാമു. അപ്പോൾ ശ്രീനി തന്ന ആ ധൈര്യത്തിലാണ് ഞാൻ പാതി മനസ്സോടെ കോസ്റ്റ്യൂമറെ വിളിച്ചു, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സെ വിളിച്ചു. പപ്പുവേട്ടന് തയ്ച്ചു വെച്ചിരിക്കുന്ന കോസ്റ്റ്യൂമെല്ലാം ഈ മാമുവിൻ്റെ അളവിലേക്ക് മാറ്റി തയ്പ്പിച്ച് നാളെ രാവിലെ അയാളെ ഷൂട്ടിങ്ങിന് എത്തിക്കണമെന്ന് പറയുന്നു. അപ്പം ഞാൻ രാവിലെ ഷൂട്ടിങ്ങിനായിട്ട് എത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ സെറ്റൊക്കെ പൂർത്തീകരിച്ച് അവിടെയാണ് ആദ്യത്തെ ദിവസം ഷൂട്ടിങ്. ഞാനവിടെ ചെല്ലുമ്പോൾ ഈ അറബി മുൻഷിയുടെ വേഷത്തിൽ തലക്കെട്ടൊക്കെ ആയിട്ട് ഇയാൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് അറബി മുൻഷി. കാരണം അയാളുടെ കാഴ്ചയിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഇതിനപ്പുറം മറ്റൊരാളെ എനിക്ക് കാസ്റ്റ് ചെയ്യാനില്ല എന്ന് തോന്നുന്ന രീതിയിൽ വളരെ അദ്ദേഹത്തിൻ്റെ ആകാരവും രൂപവും വേഷവും എല്ലാം കൃത്യമായിട്ട് ചേർന്നൊരു അറബി മുൻഷിയായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണെങ്കിൽ മോഹൻലാലിൻ്റെയും ജഗദീഷ് ശ്രീകുമാറിൻ്റെയും നെടുമുടി വേണുവിൻ്റെയും സുകുമാരി ചേച്ചിയുടെയൊക്കെ ഒപ്പം കോമ്പിനേഷൻ സീനാണ് ആദ്യത്തത്. അദ്ദേഹം ഇതിൻ്റെ ഒരു ഭയപ്പാടുമില്ലാതെ വളരെ അനായാസമായിട്ട് അഭിനയിക്കുകയും ഡയലോഗുകൾ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
തീർച്ചയായിട്ടും ഒരു മലയാളം കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാൾ, പ്രത്യേകിച്ചും കോമഡി ചെയ്യുന്നതിൽ ഇത്രയും അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഭാഷയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നടനാണ് മാമുക്കോയ. മാമുക്കോയനെ കുറിച്ച് ഓർക്കുമ്പോൾ മലയാള സിനിമയുടെ ഒരു കാലമാണ് ഓർമ്മ വരുന്നത്. ഒരു കാലം എന്ന് ഞാൻ പറഞ്ഞത്, നമുക്കറിയാം നമ്മുടെ ഗ്രാമ ജീവിതവും നമ്മുടെ നഗരമൊക്കെ തന്നെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ട്. ആ പച്ചയായ ചില മനുഷ്യരുടെ പ്രതിരൂപമായിട്ടാണ് ഞാൻ എന്നും മാമുക്കോയനെ കാണുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോടൻ ജീവിതത്തിന്റെ, കോഴിക്കോടൻ നാട്ടുശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മാമുക്കോയ. സിനിമയിൽ ഞാനും അദ്ദേഹം കൂടി ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിലാണ് ആദ്യം മാമുക്കോയ അഭിനയിക്കുന്നത്. അതിനുശേഷം നിരവധി സിനിമകളിൽ. ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് പെരുമഴക്കാലത്തിൽ മാമുക്കോയ ചെയ്ത വേഷമാണ്. അതുവരെയും ഒക്കെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളെയാണ് മാമുക്ക കൂടുതൽ പ്രതിദാനം ചെയ്തിട്ടുള്ളതെങ്കിൽ പെരുമഴക്കാലത്തിൽ വന്നപ്പോൾ ആ സിനിമയിലെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന, ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മാമുക്ക ആ സിനിമയിൽ വരുന്നത്. ഞാനും ടി റസാഖും അതിന്റെ കഥ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാമുക്ക ആദ്യം ചോദിച്ചത്, ഇത് നെടുമുടി വേണു അഭിനയിക്കേണ്ട ക്യാരക്ടറല്ലേ, എനിക്കിതിലേതാ ക്യാരക്ടർ? ഞാൻ പറഞ്ഞു, വേണിച്ചേട്ടനല്ല, മാമുക്കയാണ് ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, കാരണം അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, മാമുക്കയുടെ മുഖത്ത് അതുണ്ട്, ആ ദൈന്യതയൊക്കെ വരും മാമുക്കയുടെ മുഖത്ത്. മാമുക്ക പിന്നീട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിലുടനീളം അധികം തമാശകളൊന്നും പറയാത്ത മറ്റൊരു മനുഷ്യനായിട്ട്, ഒരു കഥാപാത്രമായിട്ട് പരിണമിക്കുകയായിരുന്നു മാമുക്ക അതിൽ ചെയ്തത്. മാമുക്കക്ക് ആ സിനിമയിലൂടെ മികച്ച നടനുള്ള ഒരു സഹനടനുള്ള സ്പെഷ്യൽ അവാർഡ് കിട്ടിയെന്നുള്ളതാണ് പെരുമഴക്കാലത്തിൽ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര മേഖലയിലെ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന എന്ന് ഓർക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് പെരുമഴക്കാലത്തിലെ ക്യാരക്ടറിനെ അടയാളപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ തനത് ജീവിത രീതി, കോഴിക്കോടൻ ഭാഷയൊക്കെ സിനിമയിലൂടെ ഇന്ന് നമുക്ക് എല്ലാ ദേശത്തിന്റെയും സിനിമകൾ, പലപ്പോഴും കഥാപാത്രങ്ങൾ ഈ പുതിയ കാലത്തെ സിനിമകളിൽ കാണാം. പക്ഷെ ഒരു കാലഘട്ടത്തിൽ മാമുക്കോയാണ് അതിന്, അല്ലെങ്കിൽ ഇന്നസെന്റ് തൃശ്ശൂർ ഭാഷ എന്നുള്ള രീതിയിൽ ഇവരാണ് അത് തുടങ്ങി വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളൊക്കെ ഒരുമിച്ച് സഞ്ചരിച്ച ഒരു കാലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്നും ഓർമ്മയിലുണ്ട്. മാമുക്കോയുടെ ഓർമ്മയിൽ തന്നെയാണ് ഇന്നും ഞങ്ങളൊക്കെ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, സഹപ്രവർത്തകന് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമിക്കും. മാമുക്കയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, മാമുക്കയെ ആദ്യം നമ്മൾ കാണുന്നത് നമ്മളുടെയൊക്കെ ഒരു ഏജിലുള്ളവർ കാണുന്നത് സത്യന്തിക്കാട് സിനിമകളിൽ, അങ്ങനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകരുടെ സിനിമകളിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ സമയം മുതൽ അദ്ദേഹത്തോട് എനിക്കെന്തോ ഒരു എന്താ പറയുക, അറിയാവുന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ പോലും നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന, നമ്മുടെ നാട്ടുപുറത്തുള്ള, നമ്മുടെ അടുത്തറിയാവുന്ന ഒരു ഇക്ക എന്ന ഒരു ബന്ധം തോന്നിയിട്ടുണ്ട് മനസ്സിൽ. അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്ത മാവേലി കൊമ്പത്തിൽ അദ്ദേഹം വന്ന് ഒരു പാട്ട് സീനിൽ അഭിനയിച്ചിട്ടുണ്ട്, സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു എന്താ പറയുക, ജൂനിയർ ആയിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കാലുകുത്തി വന്നിട്ടുള്ളൂ, തുടക്കക്കാരനാണ് എന്നുള്ളൊരു ഭാവവ്യത്യാസം ഇല്ലാതെ ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി, ഒരു എന്താ പറയുക, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു സഹോദരനെ പോലെ സ്നേഹിച്ച് ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നല്ലൊരു വ്യക്തി, നല്ലൊരു അഭിനേതാവ്, കളങ്കമില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. പ്രണാമം. ചന്ദ്രലേഖ എന്ന സിനിമയാണ് ഞാൻ പ്രിയൻ സാറിൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മലയാള സിനിമ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ അതിൽ മുതൽ മാമുക്കോയയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഞാൻ അവരിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, മാമുക്കോയയെ നമ്മൾ തമാശ പറയുന്ന, തമാശകൾ ചെയ്യുന്ന, കാലുവഴിക്ക് വീഴുന്ന ആളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക അപ്പിയറൻസും ഒക്കെയാണ് നമ്മളെപ്പോഴും ചിരിപ്പിക്കാറ്. അദ്ദേഹം പക്ഷേ അതിഗംഭീര, നല്ലപോലെ വായന ഉണ്ടായിരുന്ന ആളായിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാ ആനുകാലികങ്ങളും സാഹിത്യ സൃഷ്ടികളും എല്ലാം വളരെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും പ്രഗത്ഭരായ പല സാഹിത്യകാരന്മാർക്കൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി എന്നെ അത്ഭുതപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചത് MS ബാബുരാജ്, നമ്മൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ബാബു ഷാഹിർ എന്ന സംഗീത സംവിധായകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിരുന്നു മാമുക്കോയ. അദ്ദേഹത്തിൻ്റെ ഈവനിങ് മെഹഫിലുകളിലെല്ലാം
പറ്റുമ്പോഴെല്ലാം കോഴിക്കോട്ട് അദ്ദേഹത്തിനൊപ്പം പോയിരുന്ന് പാട്ട് കേൾക്കുകയും പാട്ടിനെക്കുറിച്ച് പറയുകയും അത്യാവശ്യം നന്നായി പാടുകയും ചെയ്തിരുന്ന ആളാണ് മാമുക്കോയ. കോമഡി സിനിമകളിലൂടെ കൊമേഡിയനായിട്ടാണ് മാമുക്കോയെ ലോകം അറിഞ്ഞതെങ്കിലും മധുര നൊമ്പരക്കാറ്റ് പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള വിയോഗം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. തമാശകളും ഒക്കെയായി അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. മാമുക്കോയ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന സിനിമയിലാണ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സിനിമ നരേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മാമുക്ക സിനിമയിൽ മാത്രമാണ് ഇത്രയും ഹ്യൂമർ സംഭവങ്ങൾ ചെയ്യുന്നത്. വ്യക്തിപരമായി മറ്റ് ചർച്ചകളിലൊക്കെ പുള്ളി ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും. വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ നരേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അത് നമുക്ക് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ലോക സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഫിലിം പൊട്ടി ഇൻ്റർവെല്ലാവുന്നത്. അത് നമുക്ക് എപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ കൂടി സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മാത്രമല്ല, ആ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഘടന എങ്ങനെയായിരുന്നു, ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ആ കഥ പറയുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി പുള്ളി ആലോചിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഹ്യൂമർ കഥാപാത്രം ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സിനിമയുടെ ഒരു ഭാഗമാകുകയും ആ സിനിമ ടോട്ടൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവെ പറയാമെന്ന് വെച്ചാൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. നമുക്ക് എന്ത് സംസാരിക്കാം. അതുപോലെ ഒരുപാട് സജഷൻസ് നമ്മളോട് തിരിച്ച് ഇങ്ങോട്ട് പറയും. അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മാമുക്ക. ശ്രീ മാമുക്കോയ, അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അധികമാവില്ല. കാരണം അത്രയും അനുഗ്രഹീതനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഇപ്പം നമ്മുടെ പോപ്പ് കൾച്ചറിൽ കീലേരി അച്ചുവായിട്ടും നമ്മുടെ ട്രോളുകളിലും മീമുകളിലും എല്ലാം കീലേരി അച്ചുവായിട്ടും ഗഫൂർ ദോസ്തായിട്ടും കുഞ്ഞിക്കാദറായിട്ടും ഒക്കെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം അഭിനയിച്ച നിരവധി കഥാപാത്രങ്ങൾ, മലബാർ ചുവയുള്ള കഥാപാത്രങ്ങൾ നമ്മൾ മലയാളികൾ നെഞ്ചേറ്റിയതാണ്. അതിനൊക്കെ അപ്പുറത്തേക്കൊരു സിനിമയിൽ ഹ്യൂമർ ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചവർക്കറിയാം. അദ്ദേഹം കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള MT സാർ അടക്കമുള്ള ആളുകളുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ആളാണ്. മികച്ച നാടകക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, ആട് 2. അതിൽ അദ്ദേഹം വന്നത് തന്നെ എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഷൂട്ടിംഗ് സൈറ്റിലാണെങ്കിലും ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായി ഇംപ്രവൈസ് ചെയ്യാനൊക്കെ അറിയാലോ. ഒരു അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സീനൊക്കെ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ഒരുപാട് കഴിവുകളുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യവും ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സിനിമ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പോൾ മാമുക്ക സാധാരണ ചെയ്യുന്ന പോലെ ചായക്കടക്കാരനോ അങ്ങനത്തെ റോളുകളൊന്നും അല്ല അതിൽ ചെയ്തിരിക്കുന്നത്. ബ്രോക്കർ, ഒരു ചായക്കടക്കാരൻ, സ്ഥിരം പുള്ളി ചെയ്യുന്നൊരു വേഷങ്ങളുണ്ടല്ലോ. അതിലൊരു അഡ്വക്കേറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ആധുനിക നാടകം ചെയ്യുന്നത്, ഭയങ്കര ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റായിട്ട് വളരെ വ്യത്യസ്തമായ റോളാണ് മോളി ആൻഡി റോക്സ്, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. വളരെ നല്ല സൗഹൃദം കഥ സൃഷ്ടിച്ചതാണ്. നമ്മൾ കോമൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാടകമായിട്ടുള്ള ഒരു പരിചയവും വലിയ ഇതുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതുപോലെ തന്നെ കൃഷി എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ എന്നോട് വളരെ വിശദമായി പറയാറുണ്ടായിരുന്നു. വയനാട് സ്ഥലം വാങ്ങിയതും അവിടെ ഓറഞ്ച് നട്ടു, അത് നട്ടു, അതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളൊരു 10-20 സിനിമയുടെ അടുത്ത് സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊരു കാര്യം ഓർക്കുന്നത്, ഞങ്ങൾ നടക്കും, കാലത്ത് നടക്കും. സാധാരണ പുറത്ത് പോയിട്ടല്ല നടക്കുക. ഈ ചില ഹോട്ടലുകളിൽ കുറച്ച് വലിയ കോറിഡോർ ഉണ്ടെങ്കിൽ പുള്ളി നടക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ ശബ്ദം കേട്ട് നോക്കുമ്പോൾ നമുക്ക് നടക്കുകയാണ്. അപ്പം പുറത്ത് പോകാണ്ട് തന്നെ ഈ കോറിഡോറിനെ കുറേ ദൂരം ഉണ്ട്. അപ്പോൾ അത് കൂടെ നടക്കുക. പുള്ളി വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം നടത്തം, ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു നടത്തവും സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാലം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു മാമുക്ക. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാഞ്ജലി. മാമുക്കോയ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ പരിചയം അത് ഞാൻ ചാനലിലിരിക്കുമ്പോൾ തൊട്ട് മാമുക്കോയ ചേട്ടനുമായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് ആട് 2 എന്ന സിനിമയുടെ ഷൂട്ട് സമയത്താണ്. അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ആക്ടറായിട്ട് കൊണ്ടുവരാനും
ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തുമായിട്ട് കൂടെ അഭിനയിക്കാനുമുള്ളൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങൾ ആട് 3യുടെ ഷൂട്ട് ഇപ്പം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് മാമുക്കോയ ചേട്ടനെയാണ്. ബിക്കോസ് ഇരുമ്പ് അബ്ദുള്ള എന്ന ഞങ്ങളുടെ കഥാപാത്രം മാത്രമാണ് ആട് 2-ൽ നിന്നും ആട് 3യിലേക്ക് വരുമ്പോൾ ആ സീരീസിൽ അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ ഇല്ലാത്ത ഒരു കഥാപാത്രം അദ്ദേഹമാണ്. സോ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും ഞങ്ങളുടെ സ്വന്തം ഇരുമ്പ് അബ്ദുള്ളയെ.